Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ശ്രീരാമ പ്രതിഷ്ഠ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി ശശി തരൂർ. താൻ വിശ്വസിക്കുന്ന രാമനെ BJPക്ക് വിട്ടുകൊടുക്കില്ലെന്ന് ശശി തരൂർ പ്രതികരിച്ചു. തരൂരിന്റെ FB പോസ്റ്റിനെതിരെ വിമർശനവുമായി മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും GR അനിലും രംഗത്തെത്തി. റിപ്പോർട്ട്. ശ്രീരാമ പ്രതിഷ്ഠാ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിൽ തെറ്റില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. പോസ്റ്റിനെതിരെ വിമർശനം ഉയർന്നതോടെയാണ് തരൂർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. താൻ വിശ്വസിക്കുന്ന ദൈവത്തെ BJPക്ക് വിട്ടുനൽകില്ലെന്ന് തരൂർ പ്രതികരിച്ചു. എല്ലാവർക്കും അവരുടെ മതമുണ്ടാവാൻ അവകാശമുണ്ട്. എല്ലാവരും പരസ്പരം മറ്റേവരുടെ മതത്തിനെ ബഹുമാനിക്കണം. പല ദൈവവിശ്വാസികളുണ്ട് എല്ലാ പാർട്ടികളിലും. പക്ഷേ എൻ്റെ പാർട്ടിയിൽ ഉള്ള ഹിന്ദു രാം ഭക്തന്മാർ നാളെയോ മറ്റന്നാൾ അയോധ്യ പോയാൽ വേറെ ആർക്കും മുറിവ് കൊടുക്കാനില്ല. അവർക്ക് അവരുടെ ഭക്തി കാണിക്കാൻ മാത്രം. തരൂരിന്റെ FB പോസ്റ്റിനെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും GR അനിലും രൂക്ഷമായി വിമർശിച്ചു. തരൂരിന്റെ നിലപാട് BJP ആശയത്തോട് ഐക്യപ്പെടലാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപിച്ചു. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരം MP ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിനുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ കണ്ടത്. അതിനിടെ ലോ ഫെസ്റ്റിന് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെത്തിയ തരൂരിനെ SFI പ്രവർത്തകർ കൂകി വിളിച്ചു. തീവ്ര ഹിന്ദുത്വ നിലപാടിനൊപ്പം സഞ്ചരിക്കുന്ന നേതാവാണ് തരൂരെന്ന് മന്ത്രി GR അനിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. തരൂരിന്റെ നിലപാട് മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം ഇതാണ്: അയോധ്യ തിളയ്ക്കുമോ? സുജയ പാർവതി, ശശി തരൂർ നെഹ്റു പാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരാളാണ്, വിമർശിച്ചും എഴുതിയിട്ടുണ്ട്. താൻ വിശ്വാസിയാണ് എന്ന് ശശി തരൂർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് മുൻപും അദ്ദേഹം വിവിധ ക്ഷേത്രങ്ങളിൽ, അതിനുശേഷവും ഒക്കെ തുലാഭാരം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഭക്തനായി തന്നെയാണ് അറിയപ്പെടുന്നത്, സ്വയം അടയാളപ്പെടുത്തുന്നതും അങ്ങനെയാണ്. ഇന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതും അങ്ങനെയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ BJPക്ക് വിട്ടുകൊടുക്കുന്നത് എന്തിനാണ്? അദ്ദേഹം ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ അയോധ്യ വിഷയം തിളയ്ക്കാൻ പോവുകയാണ്. ശശി തരൂർ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് ഇന്നലെ 4:50 എക്സിലെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എക്സിൽ രാംലല്ല മിഴി തുറന്ന ചിത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 4:50 സിയാവർ രാമചന്ദ്ര കി ജയ് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. ആ ക്യാപ്ഷനും ആ പോസ്റ്റ് ചെയ്ത സമയവും പോസ്റ്റ് ചെയ്ത ചിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലുള്ള ക്ഷണം സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ആധിർ രഞ്ജൻ ചൗധരിയും നിരസിച്ചത് ഇത് RSSന്റെയും BJPയുടെയും പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ നിരസിച്ച ഒരു ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്നുള്ള MP, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ AICC പ്രവർത്തക സമിതി അംഗമായ ഡോക്ടർ ശശി തരൂർ അതേ രാംലല്ലയുടെ ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമായി കൂടി മാറുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള ഒരു മണ്ഡലത്തിൽ വിശ്വാസികളുടെ വോട്ട് എന്ന് പറയുന്നത് തനിക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നത് തൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായി ശശി തരൂർ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. പിന്നെ ശശി തരൂർ തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് വിശദീകരണം നൽകിയിട്ടുണ്ട്. സെക്യുലറിസം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് റിലിജിയൻ അല്ല, അത് പ്ലൂറലിസമാണ്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസം അത് ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ ഇന്ന് ശശി തരൂർ താൻ എന്തുകൊണ്ടാണ് ആ ചിത്രം പോസ്റ്റ് ചെയ്തത് എന്നതിന് വിശദീകരണമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശശി തരൂർ ചോദിക്കുന്നത്, I do not see why I have to give up to the BJP a God I believe in. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ എന്തിനും BJPക്ക് വിട്ടുകൊടുക്കണം. രാമൻ BJPയുടെ ദൈവമാണ് എന്ന് BJP എവിടെയെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ശശി തരൂർ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കാം. എന്തായാലും ശശി തരൂരിന് ശ്രീരാമനിൽ വിശ്വാസമുണ്ട്, ശ്രീരാമൻ എൻ്റെ ദൈവമാണ് എന്ന് ശശി തരൂർ തന്നെ ഇന്നത്തെ വിശദീകരണത്തിലൂടെ അടയാളപ്പെടുത്തുന്നു. മാത്രമല്ല, രാംലല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ വിഗ്രഹത്തിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുന്നതിലൂടെ രാംലല്ലയിലും താൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയിലെ രാമനും തൻ്റെ രാമനാണ് എന്ന് രാഷ്ട്രീയമായി അടയാളപ്പെടുത്തുകയാണ് ശശി തരൂർ. കോൺഗ്രസിനോടുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസ് രാമനെ BJPക്ക് വിട്ടുകൊടുക്കണം? അതൊരു രാഷ്ട്രീയ ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ. കാരണം രാമനാണ് ഈ തെരഞ്ഞെടുപ്പിലെ, അല്ലെങ്കിൽ അയോധ്യയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം എന്നുള്ളത് ശശി തരൂർ നല്ല രീതിയിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നത് വേണം ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ.
നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിലെ ചോദ്യമാണല്ലോ അയോധ്യ തിളയ്ക്കുമോ എന്നുള്ളത്. വൈ നോട്ട്? അയോധ്യ തിളയ്ക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പായ വിഷയം തന്നെയാണ്. കാരണം രാംലല്ലയുടെ പേര് അത് ഇന്നു മുതൽ അറിയപ്പെടുക ബാലഗ്രാം എന്നാണ്. അപ്പോൾ ബാലഗ്രാം എന്ന ഒരു ക്യാച്ച് വേർഡ് വരുന്ന രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ തന്നെ BJP രൂപപ്പെടുത്താൻ പോവുക എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമന്ത്രി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അയച്ച ഒരു കത്ത് കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ് അയോധ്യ എന്ന് മനസ്സിലാക്കാൻ ആ കത്തിന്റെ ഉള്ളടക്കം സഹായിക്കും. ഇന്ന് അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് റിട്ടേൺ വിത്ത് അയോധ്യ ഇൻഗ്രെയിൻഡ് ഇൻ മൈ ഹാർട്ട്. ഇറ്റ്സ് ആൻ അയോധ്യ ദാറ്റ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം മീ. അങ്ങനെയാണ്, തന്നിൽ നിന്ന് പിരിക്കാനാവാത്ത ഒന്നാണ് അയോധ്യ എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യ ഏറ്റെടുക്കുകയാണ് പ്രധാനമന്ത്രി. അതുപോലെ തന്നെ BJPയുടെ ഒരു ക്യാച്ച് വേർഡ് എടുത്ത് രാമനുമായി ചേർത്ത് വെക്കുകയാണ്. നരേന്ദ്രമോദിയുടെ കത്തിലെ വാചകം ഇങ്ങനെയാണ്, ശ്രീറാം ഹു ഹാസ് ഇൻസ്പയർഡ് മീ ടു അഡോപ്റ്റ് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് ഓർ സബ്കാ പ്രയാസ്. ഇതെന്നെ ഏറ്റെടുപ്പിച്ചത് ശ്രീരാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോൾ ക്യാമ്പയിനെ ശ്രീരാമനുമായി ചേർത്ത് വെക്കുന്ന ഒരു നരേന്ദ്രമോദിയെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമാണ്. ഇന്ന് ഗുജറാത്തിൽ സംഭവിച്ച ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ഗുജറാത്തിലെ ആകെ 26 ലോക്സഭാ മണ്ഡലങ്ങളാണല്ലോ ഉള്ളത്. 26 ലോക്സഭാ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ, ഇന്ന് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം. അവിടെ 2001 നരേന്ദ്രമോദിക്ക് മത്സരിക്കാനായി രാജ്കോട്ട് നിയമസഭാ സീറ്റ് വിട്ടുകൊടുത്ത കർണാടകയിലെ മുൻ ഗവർണർ കൂടിയായ വാജുഭായ് വാല പറഞ്ഞത് BJP ഈ തെരഞ്ഞെടുപ്പിൽ 373 സീറ്റ് നേടാൻ പോവുകയാണ്, അതിനുള്ള പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് തുടങ്ങിയിരിക്കുന്നത് എന്ന വാചകം BJPയുടെ തന്നെ ഒരു നേതാവിൽ നിന്ന് നമ്മൾ വരികയാണ്. അപ്പോൾ അതിൽ പിന്നീട് അതിശയോക്തിയുടെ ഒന്നും കാര്യമില്ല എന്ന് തോന്നുന്നു. ഗുജറാത്തിന്റെ തന്നെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി പറഞ്ഞത്, ഇന്ന് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് ഇങ്ങനെയാണ്, രാമരാജ്യം ഇന്നലെ തുടങ്ങിയിരിക്കുന്നു, ഇനി വരുന്ന ദിവസങ്ങളിൽ അത് രാമരാജ്യം നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യം മുഴുവൻ വ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അയോധ്യയെ ഏറ്റെടുക്കുന്ന ഒരു BJP അവിടെ കാണാം. അതേ സ്ഥലത്താണ് ശശി തരൂരിന്റെ വാചകങ്ങൾ നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. രാമൻ എന്ന് പറയുന്നത് BJPയുടേതല്ല, രാമനെ BJPക്ക് അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നത് കോൺഗ്രസിനുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. BJP കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമൃതകാലത്തെക്കുറിച്ചാണ്. അപ്പോൾ അമൃത് കാലം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൈം അതാക്കിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP മുന്നോട്ട് വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ നമ്മൾ രാഷ്ട്രീയമായി നിരീക്ഷിച്ചാൽ അത് ഒരു സ്പിരിച്വൽ ഓവർടോൺ ഇന്നലത്തെ ചടങ്ങിന് പൂർണ്ണമായും ഉണ്ട് എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഞാൻ അതിൽ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ് എന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. കാലം അതിനെ ഒരു സ്ലേവറി അല്ലെങ്കിൽ ഒരു അടിമകളായിരുന്ന കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പാർട്ടി ഇനിയുള്ള കാലമാണ് അമൃതകാലം എന്ന് പറയുന്നത്. അത് അയോധ്യയെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ 96-ൽ വാജ്പേയി പറഞ്ഞത് എന്താണോ അതവർ നടപ്പാക്കുന്നു, അത് അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അത് കോൺഗ്രസ് തിരിച്ചറിയണമെന്ന ഉപദേശമാണ് ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന് ഇന്ന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് അദ്ദേഹം വെറുതെ ഇട്ടതല്ല, പർപ്പസ്ഫുള്ളി ഇട്ട പോസ്റ്റ് തന്നെയാണ്. MP നികേഷ് കുമാർ, ഇതിപ്പോൾ ചില ആളുകളുടെ പ്രതികരണം ഇപ്പോൾ വന്നു. GR അനിൽ പറഞ്ഞിരിക്കുന്നത് മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണ്, ശശി തരൂർ ഒറ്റിക്കൊടുത്തിരിക്കുന്നു എന്ന വാക്കാണ്. മതേതര മനസ്സിനെ ഒറ്റിക്കൊടുത്ത തരൂർ മറുപടി പറയേണ്ടി വരും എന്നാണ് GR അനിൽ പറയുന്നത്. മുഹമ്മദ് റിയാസും അതേപോലൊരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശശി തരൂരിൻ്റെ ഒരു നിലപാട് ദേശീയ തലത്തിൽ വലിയ ആശയക്കുഴപ്പമൊന്നും കോൺഗ്രസിന് ഉണ്ടാക്കില്ല. കാരണം വ്യത്യസ്തമായ നിലപാട് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുണ്ട്. പക്ഷേ സംസ്ഥാന തലത്തിൽ എന്താണോ അത് അദ്ദേഹത്തിൻ്റെ പലസ്തീൻ പരാമർശം കൊണ്ടുണ്ടാക്കിയ ആശയക്കുഴപ്പം, സമാനമായ ആശയക്കുഴപ്പം ഇവിടെ UDFൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല. കുറേ കാലം അത് ചിലപ്പോൾ നിന്ന് കത്താൻ പോലും സാധ്യതയുണ്ട്. കാരണം ശശി തരൂരിനെ താങ്ങി നടക്കാൻ തീരുമാനിച്ചിരുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെയൊക്കെ വലിയ നിലയിൽ ഇത് പ്രതിരോധത്തിലാക്കും. ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു സന്ദേശമുണ്ടാക്കി BJPക്ക് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടോ എന്ന് ശശി തരൂർ തന്നെയാണ് ആലോചിക്കേണ്ടത്. നോക്കൂ, നെഹ്റു പാരമ്പര്യം സംബന്ധിച്ച് നേരത്തെ ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം ഒരു മതേതരവാദിയാണ് എന്ന കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ വേണമെങ്കിൽ BJPയിലേക്ക് കൂടുമാറാൻ സാധിക്കുമായിരുന്ന ഒരാളാണ്. ഈ 10 വർഷമെങ്കിലും അദ്ദേഹം പിടിച്ചു നിന്നു എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് ഞാൻ ആശയക്കുഴപ്പമുണ്ടാക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ശശി തരൂർ എടുത്ത നിലപാടിനെ ഞാൻ എന്തായാലും വിമർശിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് എടുക്കാനുള്ള സാധ്യത. ഇവിടെ എന്താണ് കോൺഗ്രസിൻ്റേതായിട്ടുള്ള വ്യത്യസ്ത നിലപാടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ദേശീയ തലത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഹിമാചൽ പ്രദേശിലെ ഒരു കോൺഗ്രസ് മന്ത്രി പങ്കെടുത്തു. മുൻ UPCC അധ്യക്ഷൻ പങ്കെടുത്തു. തറക്കല്ലിടുന്ന ചടങ്ങിൽ ക്ഷണിക്കാത്തതിന് കെറിവ് കാണിച്ചത് പ്രിയങ്ക ഗാന്ധിയും കമൽനാഥുമാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഹിമാചൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചു.
നിരനിരയായി കോൺഗ്രസ് നേതാക്കൾ ഇനി പോകാൻ പോകുന്നു ഈ രാമക്ഷേത്രത്തിലേക്ക്. മാത്രമല്ല 15-ാം തീയതി നമുക്കറിയാവുന്നതുപോലെ UPCC അധ്യക്ഷനും 100 അംഗ സംഘവും സന്ദർശനം നടത്തുന്നുണ്ട്. ഇതിലൊന്നും ഒരു ഏകോപിത സ്വഭാവം ഇല്ലല്ലോ. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിലപാടെടുത്തു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വിപ്പ് കൊടുക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. വിപ്പ് കൊടുക്കാതെ തന്നെ 22-ാം തീയതി പങ്കെടുക്കരുത് എന്ന നിലപാടെടുത്തിട്ട് പോലും കോൺഗ്രസിൽ ചിലർ അത് ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിയന്ത്രിക്കുകയും എളുപ്പമല്ല. വ്യക്തതയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വ്യക്തത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 2 മാസം പോലും ഇല്ല. ഇപ്പോൾ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞ് ഡൽഹി ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 16 ഏപ്രിൽ 16 എന്ന് പറയുമ്പോൾ ഇനി 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. ഫെബ്രുവരിയും മാർച്ചും. ഏപ്രിൽ 16 എന്ന് പറയുമ്പോൾ നാമനിർദ്ദേശ പത്രികയൊക്കെ ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലിൽ വരും, അല്ലെങ്കിൽ മാർച്ച് എൻഡിൽ വരും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി ആശയക്കുഴപ്പം ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ടത്. അത് യഥാർത്ഥത്തിൽ ശശി തരൂർ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി രാഷ്ട്രീയം വായിച്ചെടുക്കുന്ന ആളുകളാണുള്ളത്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്താണ് മതേതരത്വം എന്ന്, എങ്ങനെയാണ് രാമക്ഷേത്രം ഉണ്ടായത് എന്നത് സംബന്ധിച്ച്. ഒരുപക്ഷെ ഏറ്റവും നല്ല വായനയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയൊക്കെ തന്നെയും ഇന്നലെ കണ്ട പോലെ ഓർക്കുന്ന ആളുകളാണ്. അവിടെ ഒരു BJP ഒരു പൊളിറ്റിക്കൽ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ പ്ലാനിന് പ്രചാരം കൂട്ടുന്ന വിധത്തിൽ ശശി തരൂറിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അനിവാര്യമായിരുന്നില്ല. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ 2 മാസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിവിടെ അവസാനിക്കുന്നില്ല. 2 മാസം ബാക്കിയുണ്ട് ഇലക്ഷനിൽ എന്ന് പറയുമ്പോൾ ആ 2 മാസം ഏത് മാർഗത്തിലൂടെയാണ് ഇലക്ഷനിലേക്ക് BJP കൊണ്ടുപോവുക എന്നെ സംബന്ധിച്ച് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പം തന്നെ മധ്യപ്രദേശിലെ ക്രിസ്ത്യൻ പള്ളിയുടെ മുകളിലെ കുരിശിൽ ജയ് ശ്രീറാം മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള കാവിക്കൊടി പറന്നു കഴിഞ്ഞിരിക്കുന്നു. KR നാരായണൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആനന്ദ് പട്വർദ്ധൻ്റെ രാം കെ നാം പ്രദർശിപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു സമീപനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും സമാനമായ സംഭവങ്ങളുണ്ടായി. മുംബൈയിലും അവിടെ പ്രതിഷേധ പ്രകടനങ്ങളും സംഘർഷവും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ രാജ്യം വീണ്ടും ഒരു പക്ഷേ 90കളുടെ തുടക്കത്തിലൊക്കെ ഉണ്ടായതുപോലെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ മതേതരവാദികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള സംയമനം മതേതരവാദികളുടെ ഭാഗത്തു നിന്നുണ്ട്. മറുഭാഗത്ത് വലിയ നിലയിലുള്ള പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലും ഏകപക്ഷീയമായ സംയമനമുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ തട്ടുകേട് വരുന്ന രീതിയിലേക്ക് മതേതരവാദികളുടെ ഭാഗത്തു നിന്ന് തന്നെ ആക്ഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നത് നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ തന്നെ നോക്കൂ, നേരത്തെ സുജയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളായിരിക്കുന്നു BJPയുടെ. കർപ്പൂരി ഠാക്കൂറിനെ ഭാരതരത്ന കൊടുത്തിരിക്കുന്നു. ആരാണ് കർപ്പൂരി ഠാക്കൂർ? എങ്ങനെയാണോ ബീഹാറിൽ കർപ്പൂരി ഠാക്കൂറിൻ്റെ മുദ്രാവാക്യം ഉയർത്തി മഹാഗഠബന്ധൻ ഒരു പുതിയ ആശയം മുന്നോട്ട് വെക്കുന്നത്, അതിനെ തകിടം മറിക്കാൻ വേണ്ടി പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നു കർപ്പൂരി ഠാക്കൂർ ഇവിടെ, പക്ഷേ അത് കൃത്യമായൊരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഏതാണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളൊരവസ്ഥയിലേക്ക് വരികയാണ്. CPM ആണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ടാക്ട്ഫുള്ളി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. മറുഭാഗത്ത് അസ്വസ്ഥതയുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അസ്വസ്ഥത കൂട്ടാതിരിക്കാൻ ശശി തരൂർ ശ്രമിക്കണം. ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന ചില വിശദീകരണങ്ങളോട് കൂടിയാണ് വരുന്നത്. ഞാൻ ആരാധിക്കുന്ന ഹിന്ദു ദൈവത്തെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തെ താൻ BJPക്ക് എന്തിന് വിട്ടുകൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് വരാത്തവരും എല്ലാവരും അവർ ഹിന്ദുക്കളല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. രാമഭക്തരായിട്ടുള്ള എല്ലാവരും BJPക്ക് തന്നെ വോട്ട് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ BJPക്കാരാണ്. അപ്പോൾ BJPക്കാരല്ലാത്തവർക്കും രാമഭക്തനാവാം എന്നൊരു ലോജിക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ലോജിക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ബിർള ഹൗസിൽ കരയുന്ന ഒരു രാമനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഒരു ഒരു ബദൽ എന്ന രീതിയിലാണ് ഞാനതിനെ കണ്ടത്. ഞാൻ കണ്ട മനോഹരമായ വാചകങ്ങളിൽ ഒന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയൊരു നിർവചനമായിരുന്നു. ആ രാമനാണ് യഥാർത്ഥത്തിലെ രാമൻ. രാമൻ ജീവിക്കുന്നത് ജനഹൃദയങ്ങളിലാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്നാണ്. അപ്പോൾ ഞാൻ രാമക്ഷേത്രത്തിനെതിരില്ല എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനായി എത്തി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിരിക്കുന്ന ആ വിഗ്രഹം, രാംലല്ലയുടെ വിഗ്രഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട്
ഈ ജയ് ശ്രീറാം വിളിക്കുന്നത് പോലെ അഥവാ ഹെയിൽ ശ്രീരാംചന്ദ്ര ടു സിയാവർ എന്ന മുദ്രാവാക്യം ടാഗ് ചെയ്യുന്നതിലൂടെ എന്താണ് ശശി തരൂർ ആഗ്രഹിച്ചത്? ഒറ്റ കാര്യമേ ഉള്ളൂ. ശശി തരൂർ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ പറയണം, ആരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്ന BJP സ്ഥാനാർത്ഥി, ആ BJP സ്ഥാനാർത്ഥിയേക്കാൾ മികച്ച രാമഭക്തൻ ഞാൻ തന്നെയാണ് എന്ന് വോട്ടർമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. അത് ശശി തരൂർ ചെയ്തത് ശരിയാണോ എന്നതാണ് ചോദ്യം. ശശി തരൂരും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും വിശ്വസിക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് ഭക്തനാവുന്നത് കൊണ്ട് തെറ്റില്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തെ സ്വീകരിച്ചിരിക്കുന്നതും. സമൂഹങ്ങൾക്കിടയിൽ മനുഷ്യർ അങ്ങനെയാണ് ജീവിക്കുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും ആവാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം, നിങ്ങൾ രാംലല്ലയുടെ വിഗ്രഹം ഷെയർ ചെയ്തതിലൂടെ അതേ ദിവസം ചടങ്ങ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രി അയോധ്യ വിട്ട് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തതിലൂടെ എന്ത് സന്ദേശമാണ് കൊടുത്തത്? അവിടെ ഫിസിക്കൽ സാന്നിധ്യം എന്തുകൊണ്ട് കോൺഗ്രസ് ഒഴിവാക്കിയോ ആ ഫിസിക്കൽ സാന്നിധ്യത്തെ റദ്ദ് ചെയ്യുന്നതാണ് ഫേസ്ബുക്കിലെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇതൊരു അപകടകരമായ സന്ദേശം കൊടുക്കും. ചുരുങ്ങിയ പക്ഷം കോൺഗ്രസിലെ നേതാക്കൾക്ക് കേരളത്തിലെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യും. തീർച്ചയായും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ അയോധ്യയിലേക്ക് പോകും. ആ അയോധ്യയിലേക്ക് പോകുന്നതിൻ്റെ ചിത്രങ്ങളും ഫേസ്ബുക്കുകളിലും ട്വിറ്ററുകളിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് മത്സരമായിരിക്കും. ആരാണ് മികച്ച രാമഭക്തൻ എന്നതിന് വേണ്ടിയുള്ളൊരു മത്സരം കൂടിയാണ് വരാൻ പോകുന്ന ദിനങ്ങളിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രേക്ഷകരെ, നിങ്ങൾ കരുതുന്നത് പോലെ നമ്മളുടെ നാട്ടിൽ മതവിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. 79% ഹിന്ദുക്കൾ ജീവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. ആ 79% ജനങ്ങളിൽ 75 മുതൽ 77% വരെയും വിശ്വാസികളായ ഹിന്ദുക്കൾ ജീവിക്കുന്നൊരു നാടാണ്. ആ 77%-ത്തിലാണ് ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കണക്ക് പ്രകാരം 37% കഴിഞ്ഞു നിർത്തിയാൽ 40%-വും BJP-ക്കാരല്ലാത്ത ഹിന്ദു വിശ്വാസികളുള്ളൊരിടമാണ്. ആ വോട്ടുകൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് BJP-യെ തടയുക എന്നതാണ്. പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകൾ കൂടി ധാരാളമായുള്ള നിർണായകമായ നായർ വോട്ടുകൾ നിർണായകമായിട്ടുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന ശശി തരൂരിനെ സംബന്ധിച്ച് ആ BJP പക്ഷത്തേക്ക് ചായാത്ത ഹൈന്ദവ വോട്ടുകൾ കൂടി തനിക്കൊപ്പം നിർത്തുക എന്നതാണ് അദ്ദേഹം തീരുമാനിച്ചത്. ആ രീതിയിൽ പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രയോജനവാദമാണ് ശശി തരൂർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് ശശി തരൂരിനെ കുറ്റം പറയണമോ എന്ന് ചോദിച്ചാൽ പിന്നെ പകരം എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആഖ്യാനം എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതാണ് ഉപ്പിനോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന ചോദ്യം. യഥാർത്ഥത്തിൽ രാമഭക്തൻ ആരെന്ന് കണ്ടെത്താനുള്ള മത്സരമാണ് നടക്കുന്നതെങ്കിൽ അതൊരു BJP നേതാവിനേക്കാൾ മികച്ച രാമഭക്തനാവാൻ ഒരു കോൺഗ്രസ് നേതാവിന് എങ്ങനെ സാധിക്കുമെന്ന് വിശ്വാസികൾ ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അതൊരു ആശയക്കുഴപ്പം ആ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഈ ദൃശ്യങ്ങളിലൂടെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പം ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. 3 ലക്ഷത്തോളം ആളുകളാണ് ഇന്നു മാത്രം ഈ രാമക്ഷേത്രത്തിൽ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിലും ലക്ഷക്കണക്കിന് ഭക്തരായിരിക്കും അയോധ്യയിലേക്ക് എത്താൻ പോകുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ പല മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. പല വീടുകളിലും അയോധ്യയിലേക്ക് പോകേണ്ടതിനെക്കുറിച്ചുള്ള ആലോചനകൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ, ഇപ്പോൾ ശബരിമല എങ്ങനെയാണോ തിരഞ്ഞെടുപ്പിൽ വിഷയമായത്, ആ വിഷയത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യുക, അതാണ് ആ വാക്ക്, അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന നിലയിലേക്കാണ് കോൺഗ്രസും എത്തിച്ചേർന്നിരിക്കുന്നത്. ആ അപ്രോപ്രിയേഷൻ ഓഫ് വോട്ടാണ്, ഹിന്ദു വോട്ടാണ് ശശി തരൂർ ഫേസ്ബുക്കിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താത്വികമായി ശശി തരൂർ ചെയ്തത് ശരിയല്ല. പ്രായോഗികമായി മറ്റെന്ത് വഴി എന്നൊരു ചോദ്യവും കൂടി കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയോധ്യ തിളയ്ക്കുമോ എന്ന ചോദ്യത്തിന് തിളച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെയും മറുപടി. അയോധ്യ തിളക്കിയത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തരൂരിൻ്റെ ഈ പോസ്റ്റിലൂടെ വന്നിരിക്കുന്നത്. ഈ പതിറ്റാണ്ടുകളായി സംഘപരിവാർ കൊണ്ടുവന്നിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ വിജയമായിരുന്നു ഇന്നലത്തെ പ്രാണപ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ, ആ RSSൻ്റെ BJP-യുടെ വിജയപ്രതിഷ്ഠ എടുത്ത് കാണിച്ചുകൊണ്ട് ശ്രീരാമനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് അപഹാസ്യമാണ്. രാംലല്ലയുടെ പടം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു എന്നിടത്താണ് എനിക്ക് തോന്നുന്നത് തരൂർ കുഴപ്പത്തിൽ ചാടിയിരിക്കുന്നത്. അതല്ലാതെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട തൻ്റെ നിലപാട് അദ്ദേഹത്തിന് പറയാം. വൈ ഐ ആം എ ഹിന്ദു എന്നത് പുസ്തകം എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഇൻ്റലക്ച്വലാണ്. ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട്. അപ്പോൾ ശ്രീരാമനെ BJP-ക്ക് വിട്ടുകൊടുക്കണ്ട എന്നുള്ള കുറച്ചുകൂടി മനോഹരമായി അദ്ദേഹത്തിന് വിശദീകരിക്കാമായിരുന്നു. പക്ഷേ അവരുടെ തന്നെ പ്രോജക്റ്റിൽ വീണുകൊണ്ട് പള്ളി പൊളിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രാമനെ, അവിടെയാണ് വ്യത്യാസം. പള്ളി പൊളിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രാമൻ്റെ പടം എടുത്തു കാണിച്ചുകൊണ്ട് വിട്ടുകൊടുക്കില്ല രാമനെ എന്ന് പറയുന്നിടത്ത്
അവരുടെ പ്രോജക്റ്റിൽ ചെന്ന് വീഴുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസ് ചെയ്യുന്നില്ല, ഇപ്പോൾ മുഴുവൻ കോൺഗ്രസും വീഴുന്നു എന്നുള്ളിടത്തല്ല. കോൺഗ്രസ് പല നേതാക്കളിൽ നിന്നും പല പ്രതികരണങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ വി ഡി സതീശിൻ്റെ പ്രതികരണം മറ്റൊന്ന്, രാഹുൽ ഗാന്ധി മറ്റൊന്ന്, മറ്റു ചില നേതാക്കൾ മറ്റൊന്ന്. അപ്പോൾ ആ രൂപത്തിൽ കോൺഗ്രസിലുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ഗാന്ധിയുടെ രാമനാണോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അതിന് ശശി തരൂരിന് മറുപടി പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിൽക്കുകയല്ലേ. അപ്പോൾ ഈ കൺഫ്യൂഷനിൽ അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ എന്താണ് നെഹ്റുവുമായി ബന്ധപ്പെട്ട്, നെഹ്റു ഏത് രൂപത്തിലുള്ള നിലപാടെടുത്തെന്ന് നമുക്കറിയാവുന്നതാണ്. സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല തവണയായി BJP എപ്പോഴും പറയുന്ന കാര്യമാണ്. അന്ന് രാജേന്ദ്ര പ്രസാദ് അവിടെ പോയിരുന്നു. രാജേന്ദ്ര പ്രസാദ് അവിടെ പോകാമോ, ക്ഷണം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് രാജേന്ദ്ര പ്രസാദ് എന്ന ഭക്തന് പോകാം, പക്ഷേ പ്രസിഡന്റിന് പോകാൻ പറ്റില്ല എന്നാണ്. പക്ഷേ അദ്ദേഹം പോയി. ഈ സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗാന്ധി എടുത്ത നിലപാടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണ സമയത്ത് അതിന് ഉള്ള പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം, സ്റ്റേറ്റിൻ്റെ പണം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഗാന്ധി ചോദിച്ചിട്ടുണ്ട് പട്ടേലിനോട്, അന്നത്തെ ആഭ്യന്തരമന്ത്രിയോട്. പട്ടേൽ പറയുന്നു ഒരിക്കലും ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ അത് ചെയ്യില്ല എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം വ്യക്തിപരമായി പണം സമാഹരിക്കുകയും അത് പണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി എടുത്ത നിലപാടും അതാണ്. അപ്പോൾ അന്നു മുതലേ ആ കാര്യത്തിലൊരു വ്യക്തത കോൺഗ്രസ് ഉണ്ടായിരുന്നു. ആ വ്യക്തത മാറി 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 പള്ളി പൊളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നരസിംഹറാവു പറഞ്ഞത്? പള്ളി പുതുക്കിപ്പണിയുമെന്നാണ്, അല്ലേ? ആ പള്ളി പുതുക്കിപ്പണിയുമെന്ന കോൺഗ്രസിൽ നിന്ന് മാറി ഇപ്പോൾ കോടതി വിധിയുടെ ഉത്തരവ് അടിസ്ഥാനത്തിലുള്ള നിലപാടെന്നൊക്കെ പറയാമെങ്കിലും കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് അതിൽ മൗനത്തിൽ നിന്ന കാര്യം നമുക്കറിയാം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൺഫ്യൂഷൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടമായിട്ടാണ് ഇപ്പോൾ ഞാനിതിനെ മനസ്സിലാക്കുന്നത്. 49 മുതലുണ്ടാക്കിയ RSSൻ്റെ അജണ്ടയിലേക്ക് കോൺഗ്രസ് വീഴുന്നു. ഇപ്പോൾ അയോധ്യ ഇനി എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ വരെ അയോധ്യയുടെ ദൃശ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്ര ദിവസം ഇത്ര ആളുകൾ വരുന്നു, അയോധ്യയിലേക്ക് ഭക്തരുടെ പ്രവാഹം, അയോധ്യയുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഇതിങ്ങനെ സജീവമായി നിലനിർത്താൻ BJPക്കും RSSനും കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ തന്നെ ചെന്ന് ചാടിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രതിരോധിക്കേണ്ടത്. ഇപ്പോൾ അതേ ദിവസം പല ഇടത്തും പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടൊക്കെയാണ് പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ആ രൂപത്തിലാണോ ഗാന്ധിയുടെ രാമൻ എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കില്ല? അത് ദുർബലമായി പോവുകയാണ്. ഗാന്ധി അപ്രസക്തനാകുന്നുണ്ടോ? അത് കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യമാണ്. ഗാന്ധിയുടെ രാമനെ പ്രൊജക്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല? അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്താണ് പറയുന്നത്? BJPയുടെ RSSൻ്റെ രാമനെയാണോ കൊണ്ടു നിൽക്കുന്നത്? രാംലല്ലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളും അതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വോട്ടിലെ എന്ത് വിഹിതമാണ് കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നത്? അവർ മനസ്സിലാക്കലിലേക്ക് എത്തേണ്ടതുണ്ട്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ തരൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആ പ്രതികരണം നടത്തിയത്. കേരളത്തിലെ മതേതര ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? അപ്പോൾ ഹിന്ദുക്കളെ ആ രൂപത്തിൽ ചുരുക്കി കാണേണ്ടതില്ല. കേരളത്തിലെ ഹിന്ദുക്കളെ കുറച്ചുകൂടി വിദ്യാഭ്യാസം, ഇവിടെ ഐക്യത്തോടെ ജീവിക്കുന്നവരുമാണ് മലയാളികൾ. അപ്പോൾ അത്ര ചുരുക്കി മലയാളികളെ കാണണ്ട. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാവുന്നു എന്നുകൊണ്ട് നേരത്തെ നീട്ടിയെറിയേണ്ടതില്ല തരൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻപും ഈ BJPയുമായി ബന്ധപ്പെട്ട് BJPയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുമ്പോൾ ശശി തരൂരിന് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. മോദിയും LK അദ്വാനിയും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തിക്കൊണ്ട് അദ്ദേഹം മാതൃഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ അദ്വാനി അദ്ദേഹം പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഈ രഥയാത്ര നടത്തി ഈ പ്രോജക്റ്റിന് തുടക്കം കുറിച്ച അദ്വാനിയെ? 2000 പേരാണ്. അപ്പോൾ എന്താണ് ആ ലേഖനത്തിന്റെ അർത്ഥം? ഇസ്രായേലിനെ കുറിച്ചും സമാനമായ കുഴപ്പത്തിൽ ചാടി. അതെ, അപ്പം ഞാൻ പറയുന്നത് BJPയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഈ കൺഫ്യൂഷൻ ഒരു കോൺഗ്രസിലെ ഇന്റലക്ച്വലായ തരൂരിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഖേദകരമാണെന്ന് പറയും. അത് തീർച്ചയായും ആ വാദത്തോട് ഞാൻ യോജിക്കുന്നു. ഒരിക്കൽ കൂടി ആ വാദം സ്ട്രെസ് ചെയ്ത് പറയേണ്ടതുണ്ട്. ആരാണ് കോൺഗ്രസിൽ പിന്നെ ദാർശനികമായൊരു കാഴ്ചപ്പാട് നൽകാനുള്ളത്? ശശി തരൂരിനെ പോലെ ഒരു ഇൻ്റലക്ച്വൽ എന്ന് ഇപ്പോൾ പയ്യാമൈ ഹിന്ദു എന്ന പുസ്തകത്തിൽ പറയുന്നത് വ്യത്യസ്ത ധാരകൾ അടങ്ങിയതാണ് ഹിന്ദുമതം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. അതിൽ ചർവാകൻ്റെ ധാരയുണ്ട്. വ്യത്യസ്ത ധാരകൾ ചേർന്ന് നിൽക്കുന്ന ഹിന്ദുമതത്തിൽ നിന്ന് പല ധാരകളെയും നിങ്ങൾ ഒഴിവാക്കിയപ്പോഴാണ് ഹിന്ദുമതം എന്നുള്ളത് ഒരു ഹിന്ദുത്വ പ്രോജക്റ്റിലേക്ക് പോയതെന്ന് ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഈ രാമനെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ, രാംലല്ലയെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ പയ്യാമൈ ഹിന്ദു എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു തീസിസാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ താൻ എഴുതിയ ആശയത്തെ പോലും നിരാകരിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ പല വിധത്തിലുള്ള രാമന്മാരുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കഥയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു, AK രാമാനുജൻ്റെ കഥ പറഞ്ഞു, കമ്പരാമായണത്തിൻ്റെ കഥ പറഞ്ഞു, തുളസീദാസിൻ്റെ രാമായണത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത രാമന്മാരുണ്ടെന്നും അതിൽ ഗാന്ധിയുടെ രാമൻ ഇതാണെന്നും ഇന്ത്യയിലെ, കേരളത്തിലെ, തിരുവനന്തപുരത്തെ വോട്ടർമാരോട് ശശി തരൂർ പറഞ്ഞാൽ അതിനുണ്ടാവുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. അപ്പോൾ അതൊരു റെഫേർഡ് പബ്ലിക് എന്നാണ് ഇതിനെ പറയുക. ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഇത്തരം സമൂഹത്തെ ചലിപ്പിക്കാൻ ശേഷിയുള്ള, ചിന്തിപ്പിക്കാൻ ശേഷിയുള്ള ആളുകളെ പറയുന്ന പേര്, ഇൻ്റലക്ച്വൽ എലീറ്റ്സിനെ പറയുന്നത് റെഫേർഡ് പബ്ലിക് എന്നാണ്. അതെ, അവരെ റെഫറൻസ് എടുത്തുകൊണ്ടാണ് പൊതുജനം ഒരു അഭിപ്രായം സ്വരൂപിക്കുക. അതാണ് അമിതാഭ് ബവിസ്കറൊക്കെ പറയുന്നത്. അപ്പോൾ ശശി തരൂർ ഒരു റെഫേർഡ് പബ്ലിക്കിൽ പെട്ടിരിക്കുന്ന ആളാണ്.
അയാൾ പറഞ്ഞാൽ പൊതുസമൂഹത്തിന് എന്തോ പറയുന്നതിൽ ഒരു കാര്യമുണ്ടല്ലോ എന്ന് തോന്നും, ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കും. അങ്ങനെ പറയാൻ ശേഷിയുള്ളവരാണ് സമൂഹത്തെ മുന്നിലേക്ക് ചലിപ്പിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്നലെ എത്തിയ 8000 പേരിൽ പാതിയിലധികം ആളുകളും ഇതേപോലെ റെഫേർഡ് പബ്ലിക്കിൻ്റെ ആൾക്കാരായിരുന്നു. ആ ഇൻ്റലക്ച്വൽ എലീറ്റ്സിനെ റെഫേർഡ് പബ്ലിക്കിനെ പൂർണ്ണമായിട്ടും തങ്ങളുടെ പരിധിയിലാക്കിയതാണ് ആശയപരമായി BJP നേടിയിരിക്കുന്ന ഒരു നേട്ടമായി ഞാൻ കണക്കാക്കുന്നത്. ആ കെണിയിലേക്ക് ശശി തരൂർ കൂടി പോയി വീണു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശശി തരൂരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്, ആശയങ്ങൾ നൽകാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ആശയങ്ങൾ നൽകുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് വളരെ എളുപ്പം കൈയൊഴിഞ്ഞാണ് BJP ക്യാമ്പിലേക്ക് ശശി തരൂരും പോയി നിൽക്കുന്നത്. ആശയപരമായി BJPയും ശശി തരൂരും തമ്മിൽ വ്യത്യാസമേ ഇല്ലാതായിരിക്കുന്നു. RSS വിജയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ, ദൃശ്യങ്ങളിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഫനാറ്റിക് ആയിട്ടുള്ളൊരു മോബാണല്ലേ മറുപക്ഷത്ത്. ഈ ബാബറി മസ്ജിദ് തകർക്കുന്നതായിക്കൊള്ളട്ടെ, ഈ കർസേവ നടത്തിയതായിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ മാറി മറിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഒരു സെഗ്മെൻ്റ് ആൾക്കാരാണ് അവിടെ തിങ്ങിക്കൂടുന്നത് എന്നുള്ളതാണ്. അതിന് ബദലായി ഈ ഇന്ത്യ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുണ്ട്, മതനിരപേക്ഷവാദികളുണ്ട്. അവരുടെ ഒരു പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ. അവർ ഈ വിഷയത്തിൽ കാണുന്നൊരു അവർ വെച്ചു പുലർത്തുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ കാഴ്ചപ്പാടിനെ റെപ്രസെൻ്റ് ചെയ്യുകയും അതിനെ എൻറിച്ച് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ മോബിൻ്റെയും ഫനാറ്റിക്കായിട്ടുള്ള ഒരു ക്രൗഡിൻ്റെയും ഒപ്പം ചേരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? ഇവിടെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇപ്പുറത്ത് നിൽക്കുകയാണ്, മതനിരപേക്ഷവാദികളായി നിൽക്കുകയാണ്. ആ മതനിരപേക്ഷവാദികൾക്ക് കൂടുതൽ അവരോട് ചേർന്ന് നിന്ന് അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം മറുഭാഗത്ത് എന്ത് കിട്ടുമെന്ന് പോയി നോക്കുന്നു എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ശശി തരൂരിനെ പോലെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. നോക്ക്, ഇവിടെ NSS ശശി തരൂരിനെ പോലുള്ള ഒരു പ്രത്യേകിച്ച് ഹിന്ദു നായർ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം NSSൻ്റെ തീട്ടൂരമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ഇനി അഥവാ ജാതിയും മതവും നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ പോലും ശശി തരൂർ എന്ന് പറയുന്ന ഒരു ഡൽഹി നായരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യനാണ്. ഇനി അതാണ് ഘടകം. തറവാടി നായരായി കഴിഞ്ഞിരിക്കുന്നു, അതാണ് ഘടകമെങ്കിൽ തന്നെയും അതിനിപ്പോൾ സുകുമാരൻ നായർ എടുക്കുന്ന ഒരു നിലപാടിലേക്ക് ശശി തരൂർ എത്തിച്ചെല്ലേണ്ട സാഹചര്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം വികലമാണ്, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ബോധം തെറ്റാണ്. ഇതിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടി മറ്റു ന്യൂനപക്ഷ സമുദായ സംഘടനകളുടെ ആൾക്കാരെ ആയാലും പോയി കാണുന്നുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM കാണുന്നുണ്ടല്ലോ എന്ന രൂപത്തിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ബാലഗോകുല യാത്രയ്ക്ക് ബദലായി ഇപ്പോൾ കണ്ണൂരിൽ CPM അമ്പാടി യാത്ര ഒക്കെ നടത്തുന്നുണ്ടല്ലോ. പക്ഷെ അത്രയും ലളിതമല്ല അത് ചെയ്യുന്നത് പോലെ. ഇത് വേറൊന്നാണ്, ഇത് തകർത്തെടുത്താണ് പണിയുന്നത്, തകർത്തെടുത്താണ്. ഇതൊരു അക്രമത്തിന് ശേഷമാണ്. ഒരു പുരോഹിതന്റെ വോട്ടറാണ്, പുരോഹിതന്റെ അരമനയിലുള്ളവർ വോട്ടർമാരാണ്. അപ്പോൾ പുരോഹിതന്റെ അരമനയിലേക്ക് പോകുന്നത് പുരോഹിതന്റെയും പുരോഹിതനോടൊപ്പം നിൽക്കുന്നവരുടെയും വോട്ട് ചോദിക്കുന്നില്ല. അതെ, അത് പ്രീണനം എന്ന് പറയുന്നത് വേറെ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ രണ്ടും ഒരുപോലെ തുലനം ചെയ്യാൻ പറ്റില്ല എന്നിടത്താണ് ഇത് വ്യത്യസ്തമാകുന്നത്. പൊളിച്ചിടത്താണ്, രക്തച്ചൊരിച്ചിലുണ്ടായിടത്താണ്, കുറെ പേരെ കൊന്നിടത്താണ് ദിവസമാണ്. താങ്കളുടെ ഒരു കോൺഗ്രസ്സുകാരൻ്റെയും ഭൗതിക സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചെടുത്തലാണ് വെർച്വൽ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ആക്ച്വലി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഭൗതിക സാന്നിധ്യം ഒഴിവാക്കി കോൺഗ്രസ്. ശശി തരൂർ വെർച്വൽ സാന്നിധ്യമായി അയോധ്യയിലെത്തിയിരിക്കുന്നു. ആ അയോധ്യയിലെ രാംലീലയുടെ വിഗ്രഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ചതിലൂടെ വെർച്വൽ സാന്നിധ്യമായി മാറുകയായിരുന്നു കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിനെ മറികടന്നുകൊണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ 1990കളിൽ തീർച്ചയായും കർസേവയ്ക്ക് ശേഷം വലിയ നിലയിൽ ഇലക്ട്രൽ ബെനിഫിറ്റ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ചില പ്രത്യേക മേഖലകളിൽ മാത്രമായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് LK അദ്വാനി പിന്നീട് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തി കുറെ കൂടി ആളുകൾക്ക് സ്വീകാര്യനാകാനുള്ള ശ്രമം നടത്തിയത്. കക്ഷത്തിലിരുന്നതും പോയി, ഉത്തരത്തിലെടുക്കാൻ നോക്കിയതും പോയി എന്നുള്ളത് 2004 ചരിത്രം. പക്ഷേ 90കളിലെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ചില മേഖലകളിൽ ചില തരം വോട്ടർമാരിൽ മാത്രമാണ് BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സമാനമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണോ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന ഒരു അവകാശവാദം ഉണ്ടെങ്കിൽ തന്നെ ആ അവകാശവാദമൊന്നും ജനങ്ങളിലേക്കില്ല. ഒരു ഫനാറ്റിക്കായിട്ടുള്ള വളരെ അൺകൾച്ചേർഡ്
ആയിട്ടുള്ള ഒരു മോബിലേക്ക് വീണ്ടും BJP പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിനൊരു മറുഭാഗം ഉണ്ടാകും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് മതനിരപേക്ഷവാദികളുടെ ഒരു മറുഭാഗമാണ്. ആ മറുഭാഗത്തെയാണ് ശക്തിപ്പെടുത്തേണ്ടത്. എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണി കുറെ കൂടി ശക്തിപ്പെടാനുള്ള ഒരു അവസരമാണ്. എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കോ നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയല്ല, അതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ ഒരു മതേതര സമൂഹം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന, രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒരു പ്രിൻസിപ്പിൾഡ് ഐഡിയോളജിയായി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ BJP നൽകിയിരിക്കുന്നത്. ആ തിളക്കലിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് എന്നാണ് സുജയ. മനസ്സിലായില്ല. അല്ല, ഇപ്പോൾ MV നികേഷ് കുമാർ പറഞ്ഞത് അങ്ങനെ ഒരു ഫണാറ്റിക്കലായ ഒരു വിഭാഗത്തിലേക്ക് BJP എത്തുമ്പോൾ മറുവശത്തൊരു മതേതര ഭാരതത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാധ്യത തെളിയുന്നുവെന്നാണ്. ഇന്ത്യ മുന്നണി ആ സാധ്യത എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും. ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആകുമ്പോൾ അതിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, അതിനെ എത്രത്തോളം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും. കാരണം നാളെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ശ്രീറാം ജന്മഭൂമി ദർശൻ എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിനുള്ള ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുകയാണ്. ഈ ക്യാമ്പയിൻ ലോഞ്ച് നദ്ദ നടത്തുന്നതിന് മുൻപ് ശശി തരൂർ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. കാരണം രാംലല്ലയുടെ ഒരു ചിത്രം, അതും പ്രാണപ്രതിഷ്ഠ നടന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 4:50 എന്ന് പറയുമ്പോൾ അയോധ്യയിൽ നിന്ന് നരേന്ദ്രമോദി ഇറങ്ങുന്നതിന് തൊട്ട് പിന്നാലെ നടത്തുന്ന ആ പോസ്റ്റിന് അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് ഒരുപാട് വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, വ്യാഖ്യാനം നൽകി ആ രാമനെ നമ്മൾ എടുക്കണം എന്ന് പറയുന്നതിലൂടെ ശശി തരൂർ അതേ മധ്യപ്രദേശിൽ കമൽനാഥിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടിയുണ്ട് സുജയ. നേരത്തെ ഈ ശശി തരൂർ ഇസ്രായേൽ വിഷയം വന്നതോടുകൂടി ഒന്ന് കുടുങ്ങിയതാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു വിഭാഗം ന്യൂനപക്ഷ സമുദായത്തിൽ മുസ്ലിം വിഭാഗങ്ങളുടെ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് ശശി തരൂരിനെ ബോയ്ക്കോട്ട് ചെയ്തൊരു പരിപാടിയിൽ നിന്ന്. അപ്പോൾ വളരെ ന്യൂനപക്ഷത്തിന് വോട്ടവകാശം, ന്യൂനപക്ഷം വളരെ വലിയൊരു വോട്ടർമാരുള്ള തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഈ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ശശി തരൂരിന് ഒരു കൺസോളിഡേറ്റഡ് വോട്ട് ബേസ് ഈ പറയുന്ന ഇന്റലക്ച്വൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിലാണ് ഇപ്പോഴും ഉള്ളത്. ആ വോട്ടിനെ പിടിച്ചു നിർത്താനാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ രാമഭക്തനാണ്, എല്ലാ രാമഭക്തന്മാരും BJP അല്ലല്ലോ എന്ന് പറയുന്നത്. അതിൽ സത്യമാണ്. അതിൽ വേറെ രൂപത്തിൽ ഊന്നാമായിരുന്നു. അതെ, അവിടെയാണ് ഗാന്ധിയുടെ രാമനെ പ്രൊജക്ട് ചെയ്യേണ്ടത്. ഈ 3 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ഇതേ ദിനത്തിൽ വേണമായിരുന്നു. 2, ഇതേ അല്ലല്ല ഈ രാംലല്ലയുടെ വിഗ്രഹം ഇതേ ദിനത്തിൽ പോസ്റ്റ് ചെയ്തു. രാംലല്ലയുടെ അവിടെയാണ് കുഴപ്പം വരുന്നത്. രാംലല്ലയുടെ പടം എന്തിനാണ് പോസ്റ്റ് ചെയ്തത്? മാത്രമല്ല മറുഭാഗത്ത് പള്ളി പൊളിച്ചെടുത്ത് പ്രതിഷ്ഠിച്ച രാമനാണോ നിങ്ങളുടെ രാമൻ എന്നുള്ള ചോദ്യമാണ്. അവിടെയാണോ രാമൻ പറയാനുണ്ട്. അതായത് അയോധ്യയിൽ പ്രതിഷ്ഠിച്ച പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല അല്ലെങ്കിൽ ബാലഗ്രാം ഏതായാലും തനിക്ക് വോട്ട് മുഖ്യം ബിഗിലെ എന്നാണ് ശശി തരൂർ പറയാതെ പറഞ്ഞത്. കാരണം തിരുവനന്തപുരത്ത് NSSന്റെ ആസ്ഥാനത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവിടെ രാമരാമ പാഹിമാം എന്ന് ഉരുവിട്ടുകൊണ്ട് നിൽക്കുന്ന NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ശശി തരൂരിന് വേണ്ടിയുള്ള ഒരു വോട്ട് ക്യാമ്പയിനിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ പോസ്റ്റ് ഇട്ടേ പറ്റൂ ശശി തരൂരിന്. ആ ഒരു സമ്മർദ്ദവും കൂടി അതിന്റെ പിന്നിലുണ്ട് എന്നതാണ് വസ്തുത. മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാമായണ മാസാചരണം നടത്തുന്ന ജില്ലകളിൽ ഒന്ന് തിരുവനന്തപുരം കൂടിയാണ്. തിരുവിതാംകൂറിലാണ് ഏറ്റവും കൂടുതൽ രാമായണ മാസാചരണം നടക്കുന്ന. രാമായണ മാസാചരണം തുടങ്ങിയതാരാ? അതാരുടെ പ്രോജക്റ്റ്? NSSന്റെ ക്ഷേത്രങ്ങളിൽ നോക്കൂ നിങ്ങൾ. NSSന്റെ പല ക്ഷേത്രങ്ങളിലും കർക്കിടക മാസം, പണ്ട് ഈ വൃശ്ചിക മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1987 RSSന്റെ പ്രോജക്റ്റാണിത്. മണ്ഡലകാലം എന്ന് പറയുന്നത് വൃശ്ചിക മാസം മാത്രമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ക്ഷേത്രത്തിൽ, ഞാൻ ക്ഷേത്രത്തിലൊക്കെ മഹാഭാരതം വായിക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ഈ മണ്ഡലകാലത്ത് വൃശ്ചികത്തിൽ മാത്രം ക്ഷേത്രങ്ങൾ 41 ദിവസം തുടർച്ചയായിട്ടുണ്ടാവും. ഭജന അന്നാണ്, ഈ ചിറപ്പന്നാണ്. പക്ഷേ പിന്നീട് ഓരോ ഹൈന്ദവ ഭവനങ്ങളും ഈ കർക്കിടക മാസത്തിൽ കൂടി ഓരോ ദിവസം ചിറപ്പ് നടത്തുന്ന രീതി വന്നു. കർക്കിടക മാസാചരണം, രാമായണം മുഴുവൻ വായിച്ചു തീർക്കുന്നു. ഇത് വലിയ വോട്ട് ബാങ്ക് ആണെന്ന് ശശി തരൂരിന് അറിയാം. ആ ശശി തരൂര് അതുകൊണ്ട് തന്നെയാണ് അത് പ്രൊജക്ട് ചെയ്തത്. ഇന്നിപ്പോൾ അതിനെ നിരാകരിക്കുന്നില്ല, അതിനെ കൂടുതൽ അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യില്ല. കാര്യം അത് ഇനി ഡിലീറ്റ് ചെയ്താൽ വിവാദമാവും. കാരണം ഡിലീറ്റ് ചെയ്താൽ ഉടനടി ഇത് വിവാദമാവും. അപ്പോൾ ഇപ്പോൾ ഡിഫൻസിലായിരിക്കുന്നത് ഇനിയിപ്പോൾ ശശി തരൂർ മത്സരിക്കുന്നതുകൊണ്ട് RSS മത്സരിക്കണമെന്നുള്ള ചോദ്യം കൂടി ഉണ്ടാവും. കാര്യം BJP ആ വോട്ട് അദ്ദേഹത്തിന് പൊളിറ്റിക്കലി കൺസോളിഡേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ന്യൂനപക്ഷ വോട്ടിനെ ബാധിക്കും. ഇപ്പോൾ തന്നെ ഇസ്രായേൽ വിഷയത്തിൽ കുടുങ്ങി നിൽക്കുകയാണ് ശശി. നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ ലീഗിന് വലിയ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു തരൂർ. സമസ്ത എന്താ പറഞ്ഞിരുന്നത്?
പള്ളിപ്പറമ്പിൽ പള്ളി പൊളിച്ച സ്ഥലത്തേക്ക് കാലുകുത്തുമോ എന്നാണ്. സമസ്തയുടെ രണ്ടായെന്ന് വിചാരിക്കാം. രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗത്തിന്റെ ആണെന്ന് വിചാരിക്കാം. കാലുകുത്തിയില്ല, ഫേസ്ബുക്ക് കുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രതികരണമല്ല അത്. തീവ്ര എന്നാൽ പോലും ഹിന്ദുത്വ നിലപാടെന്നാണ് GR അനിൽ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ GR അനിൽ കൊടുത്തു എന്നാണ് അല്ല, GR അനിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമോ, തിരുവനന്തപുരമോ ആറ്റിങ്ങലോ മത്സരിക്കാൻ വരുമോ എന്ന സൂചനയുണ്ട്. ആ സൂചന കൂടിയുണ്ട്. അല്ല, ഇടതുപക്ഷം ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടിൽ ഒരു കള്ളക്കളിയൊന്നുമില്ല. തുടക്കം മുതൽ എടുത്ത നിലപാടാണ്. ഇപ്പോൾ ഡോക്യുമെന്ററി അല്ലേ, രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം തടഞ്ഞു. പക്ഷേ ഡിവൈഎഫ് കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു. അക്കാര്യത്തിലൊക്കെ നിലപാട് CPM ഇടതുപക്ഷം എടുക്കുന്ന നിലപാട് അന്നും ഇന്നും ഒക്കെ ഒന്ന് തന്നെയാണ്. തീർച്ചയായും കോൺഗ്രസിന് അതിന് പരിമിതിയുണ്ട്. CPM കേരളത്തിൽ എടുക്കുന്ന ഒരു നിലപാട് ദേശീയ തലത്തിൽ കോൺഗ്രസിന് എടുക്കുക ഞാൻ പറഞ്ഞ പരിമിതി ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ VD സതീശൻ പറഞ്ഞ പോലെ ഒരു പ്രതികരണം എന്തുകൊണ്ടാണ് തരൂരിന് നടത്താൻ പറ്റാത്തത്? എന്തിന് DK ശിവകുമാർ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ ലൈൻ പറയാമല്ലോ. DK ശിവകുമാർ വിമർശിക്കപ്പെട്ടയാളാണ്. DK ശിവകുമാർ പറഞ്ഞ ഡോണ്ട് വാണ്ട് ടു പൊളിറ്റിസൈസ് ലോഡ് റാം എന്നാണ്. DK ശിവകുമാർ അത് മാത്രമല്ല പറഞ്ഞത്, എന്റെ പേരിൽ ശിവനുമുണ്ട്, സിദ്ധരാമയുടെ പേരിൽ രാമനുണ്ടെന്ന് രാമനുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയോധ്യ തിളയ്ക്കുമോ എന്നാണ് ചോദ്യം. തിളച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ് എന്ന് 4, നോ എന്ന് 0. Meet the editors.